പെറുവിൽ മാച്ചുപിച്ചുവിലെ പുരാതന ഇൻകാ നഗരാവശിഷ്ടങ്ങൾക്കിടയിലൂടെ ഞാൻ സഞ്ചാരം തുടരുകയാണ്. തൊപ്പിയും ക്രീം കളർ ഷർട്ടുമണിഞ്ഞ് മുന്നിൽ നടക്കുന്നത് എൻ്റെ ഇവിടുത്തെ ലോക്കൽ ഗൈഡാണ്. ഇംഗ്ലീഷ് അറിയുന്ന ഗൈഡ്. ഞങ്ങളുടെ കൂടെ ഒരു അമേരിക്കക്കാരി കൂടിയുണ്ട്. അവൾ പലയിടത്തും സെൽഫി എടുത്തു നിന്ന് എൻ്റെ കുറേ സമയം നഷ്ടപ്പെടുത്തിയിരുന്നു. അതിനാൽ അല്പം വേഗം നടക്കാമെന്ന് ഗൈഡിനോട് പറഞ്ഞ് ഞങ്ങൾ മുൻപേ നടക്കുകയാണ്. മഴ ചാറിത്തുടങ്ങിയിരിക്കുന്നു. മാച്ചുപിച്ചുവിലെ പുരാനഗരാവശിഷ്ടങ്ങളുടെ കിഴക്കേ ചെരുവിലൂടെയാണ് നടത്തം. കൃഷിയിടങ്ങളാണ് ഇടതുവശത്ത് താഴോട്ടുള്ള ഭാഗങ്ങളിലുള്ളത്. മാച്ചുപിച്ചുവിന്റെ പ്രാധാന്യമാർന്ന പല ഭാഗങ്ങളും പിന്നിട്ടു കഴിഞ്ഞു. ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഫാക്ടറി ഹോംസ് എന്ന് പേരിട്ടിരിക്കുന്ന ഭാഗത്തേക്കാണ്. ഇൻകാകൾ നഗരത്തിനാവശ്യമായ പല വസ്തുക്കളും നിർമ്മിച്ചിരുന്ന പണിശാലകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. താരതമ്യേന വലിയ കെട്ടിടങ്ങൾ, കരകൗശല വസ്തു നിർമ്മാണശാലകളും നെയ്ത്ത് കേന്ദ്രങ്ങളുമെല്ലാം ഉണ്ടായിരുന്നു ഇവിടെ. കളിമൺ പാത്ര നിർമ്മാണ കേന്ദ്രങ്ങളും. ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നുകൂടി അറിയപ്പെടുന്ന ഈ ഭാഗം കടന്നാൽ പ്രഭുഭവനങ്ങളിലേക്ക് എത്തുന്നു. മാച്ചുപിച്ചുവിലെ പ്രമാണിമാരുടെ വാസയിടങ്ങളായിരുന്നു ഇതെന്നും കുസ്കോയിലെ പ്രഭുക്കന്മാരുടെ മക്കൾ വസിച്ചിരുന്ന ഇടമാണെന്നും രണ്ടഭിപ്രായം ഇത് സംബന്ധിച്ച് ഗവേഷകർക്കിടയിലുണ്ട്. താഴെ ഇക്കാണുന്നതാണ് മാച്ചുപിച്ചുവിലെ ജയിൽ. നിരവധി ചെറു സെല്ലുകളോട് കൂടിയതായിരുന്നു ഇവിടുത്തെ ജയിൽ. ഇവിടെ നിൽക്കുമ്പോൾ താഴ്വാരത്ത് ഇങ്ങനെയൊരു കാഴ്ചയുണ്ട്. മലയിടുക്കിൽ ഉറുബാമ്പ നദിയുടെ ഓരത്തുകൂടി റെയിൽവേ ലൈൻ. മറ്റൊരു ഭാഗത്ത് താഴ്വാരത്തെ അഗ്വാസ് കലിൻഡസ് പട്ടണത്തിൽ നിന്നും പർവ്വതമുകളിലേക്കുള്ള പാത. ഞങ്ങൾ മാച്ചുപിച്ചുവിന്റെ മുകളിലേക്കെത്തിയത് 13 ഹെയർപിൻ വളവുകളുള്ള ആ പാതയിലൂടെയാണ്. കുത്തനെയുള്ള പർവ്വതമുകളിലേക്ക് വാഹനങ്ങൾക്ക് പോകാവുന്ന ഒരു പാത ഇവിടെ കണ്ടറിയാം. ഈ ഭാഗം നഗരത്തിലെ ധനികരുടെ വീടുകളുണ്ടായിരുന്ന ഇടമാണ്. അതിസുന്ദരമായ ഒരു പ്രദേശത്താണ് 600 വർഷം മുൻപ് ഇൻകാകൾ തങ്ങളുടെ നഗരം പടുത്തുയർത്തിയത്. അതിനപ്പുറം കൾട്ടിവേഷൻ ടെറസുകൾ. ഈ ഭാഗത്ത് സൂര്യക്ഷേത്രവും അനുബന്ധ നിർമ്മിതികളുമാണ്. സൂര്യക്ഷേത്രത്തിന്റെ ഇടതുവശത്ത് നുഷ്ന പാലസ് എന്ന കെട്ടിടം. വലിയൊരു പാറയുടെ മുകളിലാണ് സൂര്യക്ഷേത്രം നിലകൊള്ളുന്നതെന്ന് ഈ കാഴ്ചയിൽ നിന്നും വ്യക്തമാകുന്നു. സൂര്യക്ഷേത്രത്തിന്റെ വലതുഭാഗത്ത് റോയൽ പാലസിന്റെ ഭാഗമാണ്. ക്ഷേത്രത്തിന്റെ ഇരുഭാഗങ്ങളിലും കൊട്ടാരമായിരുന്നു. താഴെ ഇക്കാണുന്നത് ടെമ്പിൾ ഓഫ് കോൺഡോർ ആണ്. പതിവായി മൃഗബലി നടന്നിരുന്ന ക്ഷേത്രമാണത്. അതിന് സമീപത്ത് നിന്ന് ഇത്തരം വെള്ളച്ചാലുകൾ കാണാം. പർവ്വതമുകളിൽ നിന്നും ജലം ചെറിയ ഡക്റ്റുകളിലൂടെ മാച്ചുപിച്ചുവിലെ ഓരോ കെട്ടിടത്തിലേക്കും ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടുപോയിരുന്നു. ഇൻകാകളുടെ നഗരാസൂത്രണത്തിലെ ഒരു സവിശേഷതയാണിത്. കുറ്റമറ്റ ജലവിതരണ സംവിധാനം. മാച്ചുപിച്ചുവിന്റെ അർബൻ സെക്ടറിൽ നിന്നും ഞങ്ങൾ അഗ്രികൾച്ചർ സെക്ടറിലൂടെ നടത്തം തുടർന്നു. അതിവിപുലമായ കൾട്ടിവേഷൻ ടെറസുകൾ. കൃഷിയിടങ്ങളുടെ അങ്ങേയറ്റത്ത് കാണുന്നത് കാവൽപ്പുരകളാണ്. സെൻട്രീസ് റെസിഡൻസസ് എന്നാണ് ഗവേഷകർ ആ കെട്ടിടങ്ങളെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. പട്ടണത്തിലേക്കും കൃഷിയിടങ്ങളിലേക്കും പുറമേ നിന്നുള്ള കടന്നുകയറ്റം തടയാൻ എപ്പോഴും ഇവിടെ കാവലുണ്ടായിരുന്നു. പക്ഷേ സജീവമായിരുന്ന ഒരു നൂറ്റാണ്ടുകാലം മാച്ചുപിച്ചു പുറമേ നിന്നുള്ള ആക്രമണം നേരിട്ടതായി ചരിത്രരേഖകളിലൊന്നും കാണുന്നില്ല. യുനെസ്കോയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഇവിടമെല്ലാം വളരെ ശ്രദ്ധയോടെ പരിപാലിച്ചു വരുന്നുണ്ട് ഇന്ന്. സെൻട്രീസ് റെസിഡൻസ് എന്നറിയപ്പെടുന്ന കെട്ടിടത്തിനകത്തേക്ക് കയറി ചെന്നു. നിരവധി ജാലകങ്ങളോട് കൂടിയ ഒരു കെട്ടിടം. ഇത്തരത്തിലുള്ള പല കെട്ടിടങ്ങളുണ്ട് ഈ ഭാഗത്ത്. പുല്ലുമേഞ്ഞ ഒരു നെടുമ്പുര. ഇൻകാ ശൈലിയിൽ തന്നെയാണ് പുതിയ കാലത്തും മേൽക്കൂര മേഞ്ഞു നിർത്തിയിരിക്കുന്നത്. സെൻട്രീസ് റെസിഡൻസ് കൂടി കഴിയുന്നതോടെ മാച്ചുപിച്ചുവിലെ പുരാതന ഇൻകാ നഗരത്തിന്റെ കാഴ്ചകൾ അവസാനിക്കുന്നു. ഇനി തിരികെ നടക്കുകയാണ്. മഴയെത്തും മുൻപ് താഴ്വാരത്തെ പട്ടണത്തിലെത്തണം. ഗൈഡും സഹയാത്രികയായിരുന്ന കാലിഫോർണിയക്കാരിയും പിന്നിൽ സാവധാനം വരുന്നതേയുള്ളൂ. അവരോട് യാത്ര പറഞ്ഞാണ് ഞാൻ നടക്കുന്നത്. മടക്കയാത്രയിൽ ഇനി ഗൈഡിന്റെ ആവശ്യമില്ല.
റെസ്റ്റോറന്റുകളും ഒരു ലോഡ്ജുമെല്ലാം ഉണ്ട് ഈ പർവ്വതമുകളിൽ. മുൻകൂട്ടി ബുക്ക് ചെയ്താൽ 1-2 ദിവസം ലോഡ്ജിൽ താമസിക്കാം. ഇവിടെയാണ് ബസ് എത്തുക. ബസ്സിൽ കയറാനുള്ളവരുടെ ക്യൂ ആണിത്. ഇത് വലിയൊരു കടമ്പയാണ്. ഒരു നീളൻ ക്യൂ. ഏതാണ്ട് 200 മീറ്റർ നീളം വെച്ചിട്ടുണ്ട് അതിന്. മാച്ചു പിച്ചു സാങ്ച്വറി ലോഡ്ജ് ആണ് ഈ പർവ്വതമുകളിലെ ഏക ലോഡ്ജ്. വലിയ നിരക്കാണ് അവിടെ. വളരെ മുൻകൂട്ടി ബുക്ക് ചെയ്യുകയും വേണം. ബസ്സിൽ കയറാനുള്ള എൻ്റെ ഊഴമെത്തി. ടിക്കറ്റിലെ ബാർകോഡ് സ്കാൻ ചെയ്ത ശേഷമേ യാത്രക്കാരെ ബസ്സിൽ കയറ്റൂ. അങ്ങനെ ബസ്സിൽ കയറി മടക്കയാത്ര തുടങ്ങി. മാച്ചു പിച്ചു എന്ന നഷ്ടനഗരത്തിന്റെ പതനത്തിന്റെ കഥയാണ് ഈ യാത്രയിൽ എൻ്റെ മനസ്സിൽ. കുസ്കോ എന്ന ഇൻകാ സാമ്രാജ്യ കേന്ദ്രം സ്പാനിഷ് അധിനിവേശക്കാരുടെ പിടിയിൽ അമർന്നതോടെ മാച്ചു പിച്ചുവിന്റെ പതനവും ആരംഭിച്ചു എന്നാണ് ചരിത്രം. ഇൻകാകളുടെ ആത്മീയ നേതാവ് കൂടിയായിരുന്നു ചക്രവർത്തി. സ്പെയിൻകാർ അവസാന ചക്രവർത്തിയെ പിടികൂടി വധിച്ചതോടെ അനാഥരായി തീർന്നു മാച്ചു പിച്ചുവിലെ പ്രജകൾ. വസൂരി രോഗം അവിടുത്തെ ആളുകളെ കൊന്നൊടുക്കാനും തുടങ്ങി. മഹത്തായ ആ നഗരത്തിൽ അവശേഷിച്ച ഇൻകാകൾ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളുമെടുത്ത് എവിടേക്കോ പലായനം ചെയ്തു. അവർ പിന്നീട് എവിടെയും ഒറ്റ ജനസമൂഹമായി വസിച്ചതായി ചരിത്രത്തിലെങ്ങും രേഖകളില്ല. ബസ് ഉറുബാമ്പ നദിയുടെ തീരത്തേക്ക് എത്തിയിരിക്കുന്നു. മുകളിൽ ഒരു ഡാം ഉള്ളതിനാൽ നദിയിൽ നീരൊഴുക്ക് കുറവാണ്. നദിക്ക് കുറുകെയുള്ള ഉരുക്കുപാലം കടന്നു. താഴ്വാര പട്ടണമായ അഗ്വാസ് കലിൻഡസിലേക്കാണ് ഇനി എത്തുക. നദിക്കരയിൽ വനത്തിനു നടുവിൽ രൂപപ്പെട്ട പട്ടണമാണത്. പക്ഷേ ആൻഡീസ് പർവ്വതമടക്കിലെ അതിസുന്ദരമായ പ്രകൃതിക്ക് ഒട്ടും ഇണങ്ങാത്ത വിധമാണ് പട്ടണം രൂപപ്പെട്ടിരിക്കുന്നതെന്ന് ദൂരക്കാഴ്ചയിൽ നിന്ന് തന്നെ മനസ്സിലാവും. നമ്മുടെ മൂന്നാറോ സഹ്യപർവ്വതത്തിലെ മറ്റു പട്ടണങ്ങളോ രൂപപ്പെട്ടതുപോലെ ഒട്ടും ആസൂത്രണവും സൗന്ദര്യബോധവുമില്ലാതെ വികസിച്ച പട്ടണമാണ് അഗ്വാസ് കലിൻഡസ്. അഗ്വാസ് കലിൻഡസിന്റെ അശാസ്ത്രീയമായ വികസനത്തിനെതിരെ യുനെസ്കോ അധികൃതർ പെറുവിയൻ ഭരണകൂടത്തിനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. താഴ്വാരത്തെ സ്റ്റോപ്പിൽ ബസ്സെത്തി. യാത്രികരെല്ലാം ഇറങ്ങുകയാണ്. എനിക്കിനിയും ഇവിടെ ചിലവഴിക്കാൻ സമയമുണ്ട്. 2 മണിക്കാണ് തിരികെ കുസ്കോയിലേക്ക് പോകാനുള്ള ട്രെയിൻ. ഇതിലെ ഇങ്ങനെ ചില ട്രെയിനുകൾ കടന്നു പോകുന്നുണ്ട്. എൻജിൻ തിരിച്ചിടാൻ വേണ്ടിയോ മറ്റോ പോവുകയാണ്. കുസ്കോയിൽ നിന്നും മാച്ചു പിച്ചു മേഖലയിലേക്കുള്ള റെയിൽവേയിലെ അവസാന സ്റ്റേഷനാണ് അഗ്വാസ് കലിൻഡസ്. നേരം ഇപ്പോൾ 12:30 ആയിട്ടേ ഉള്ളൂ. ഞാൻ ടിക്കറ്റ് എടുത്തിരിക്കുന്ന ട്രെയിൻ 2 മണിക്കാണ് പുറപ്പെടുക. 1.5 മണിക്കൂർ സമയമുണ്ട്. ആ സമയം കൊണ്ട് അഗ്വാസ് കലിൻഡസ് പട്ടണം ഒന്ന് കാണണം. അല്പം ഭക്ഷണം കഴിക്കുകയും വേണം. മാച്ചു പിച്ചുവിന്റെ മുകളിലേക്ക് ആളുകളെ കൊണ്ടുപോകാനായി ഇപ്പോഴും ബസ്സുകൾ എത്തുന്നുണ്ട്. ഞാൻ നദിക്ക് കുറുകെയുള്ള പാലം കടന്ന് റെസ്റ്റോറന്റുകളുള്ള ഭാഗത്തേക്ക് നടന്നു. 1920കളിൽ ഈ റെയിൽവേ പാതയുടെ നിർമ്മാണകാലത്ത് രൂപപ്പെട്ട ചെറിയൊരു തൊഴിലാളി സെറ്റിൽമെന്റാണ് ഇന്ന് ഇത്രയും വലിയ പട്ടണമായി വളർന്നിരിക്കുന്നത്. ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമുള്ള പട്ടണമായി മാറിയിരിക്കുന്നു ഇപ്പോൾ അഗ്വാസ് കലിൻഡസ്. പുറത്തെ ഭാണ്ഡത്തിൽ പച്ചിലക്കെട്ടുമായി നീങ്ങുന്ന ഗോത്രസ്ത്രീ. അതാണ് അവരുടെ പാരമ്പര്യ വേഷം. ടോട്ടോസ് ഹൗസ് എന്ന ഈ റെസ്റ്റോറന്റ് ഇവിടുത്തെ നല്ലൊരു ഭോജനശാലയാണെന്ന് നേരത്തെ ഗൈഡ് എനിക്ക് പറഞ്ഞു തന്നിരുന്നു. റെസ്റ്റോറന്റിന്റെ വരാന്തകളിൽ ടൂറിസ്റ്റുകൾ നിരന്നിരിക്കുന്നു. ഇവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കാമെന്ന് ഞാനും തീരുമാനിച്ചു. വിഭവങ്ങൾക്കെല്ലാം വലിയ വിലയാണെന്നു മാത്രം. കെട്ടിടത്തിനപ്പുറം ഒരു വശത്തുകൂടി ഉറുബാമ്പ നദി ഒഴുകുന്നുണ്ട്. ആ ഭാഗത്തെ ഒരു ബാൽക്കണിയിൽ ഞാനും ചെന്നിരുന്നു. ഇവിടുത്തെ വിശേഷപ്പെട്ട ഒരു സൂപ്പാണ് ഞാൻ ഓർഡർ ചെയ്തത്. രുചികരമായൊരു സൂപ്പ്. അത് കഴിച്ചുകൊണ്ടിരിക്കെ മറ്റൊരു ട്രെയിൻ റെസ്റ്റോറന്റിന്റെ തൊട്ടുമുന്നിൽ തന്നെ വന്നു നിന്നു. ഹെഡ്ലൈറ്റ് തെളിച്ച് അതങ്ങനെ കിടക്കുന്നു. ഓരോ 10 മിനിറ്റും കൂടുമ്പോൾ ഒരു ട്രെയിൻ ഇവിടെ വരുന്നുണ്ട്. അതിൽ നിന്നും ആളുകൾ പുറത്തേക്ക് പ്രവഹിക്കുന്നു. റെയിൽവേ സ്റ്റേഷനിലല്ല ട്രെയിൻ നിർത്തിയിരിക്കുന്നത് എന്നതാണ് രസകരമായ കാര്യം. ടൂറിസ്റ്റുകളുമായി വരുന്ന ട്രെയിനുകളാണ് റെയിൽവേ സ്റ്റേഷനിൽ നിർത്തുക. ഇത് ലോക്കൽ ട്രെയിനാണ്. നാട്ടുകാരാണ് അതിൽ നിന്നിറങ്ങിയിരിക്കുന്ന യാത്രികരിൽ ഭൂരിഭാഗവും.
കച്ചവടക്കാർ, ഇവിടുത്തെ ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും ജോലി ചെയ്യുന്നവർ എന്നിവരൊക്കെയുണ്ട് ഇതിൽ. പെറുവിന്റെ ഈ ആൻഡീസ് പർവ്വത മേഖലയിലെ ആളുകളെ ഇവിടെ ഇരുന്നിങ്ങനെ കാണാം. പുറത്ത് ഭാണ്ഡവും ഏന്തി നീങ്ങുന്ന ഗോത്ര സ്ത്രീകൾ. ഇങ്ങനെ ഭാണ്ഡവും ചുമന്ന് പ്രത്യേകതരം വേഷവും ധരിച്ചു നടക്കുന്നവർ മാത്രമായിരുന്നു ഒരു കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നത്. ആധുനികവും പരമ്പരാഗതവുമായ വേഷത്തിന്റെ ഒരു സങ്കലനമാണ് ഇപ്പോൾ കാണാനാവുന്നത്. സ്പാനിഷ് സ്വാധീനം സമ്മാനിച്ച മാറ്റമാണത്. എങ്കിലും പുറത്തെ ഭാണ്ഡക്കെട്ടിന്റെ ശൈലിയിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. ട്രെയിനിൽ വന്നിറങ്ങിയ പഴങ്ങളും മറ്റു വസ്തുക്കളും വീൽ ബാരോകളിൽ കച്ചവട സ്ഥലത്തേക്ക് തള്ളിക്കൊണ്ടുപോകുന്നു. റെസ്റ്റോറന്റിന്റെ ബാൽക്കണിയിൽ സൂപ്പും നുണഞ്ഞിരുന്നുകൊണ്ട് ഞാൻ അവരെ കാണുകയാണ്. ആയുധധാരികളായ പോലീസുകാരും ആളുകൾക്കിടയിലൂടെ പോകുന്നു. പോലീസ് എവിടെയുമുണ്ട്. ഓരോ സംഘമായാണ് ഇവിടുത്തെ പോലീസുകാർ എവിടെയും സഞ്ചരിക്കുന്നത് കണ്ടിട്ടുള്ളത്. ആളിറങ്ങിയ ട്രെയിൻ വീണ്ടും മുന്നോട്ടു പോകുന്നു. തൊട്ടപ്പുറത്തുള്ള ഷണ്ടിംഗ് യാർഡിലേക്കുള്ള പോക്കാണ്. ചരക്ക് വാഗണുകൾ, അതിന് പിന്നിലായാണ് പാസഞ്ചർ ബോഗികൾ. നാരോ ഗേജ് റെയിൽപാളമാണിവിടെ. പുറമേ നിന്നിങ്ങനെ കാണുന്നത് പോലെയല്ല, അകത്തിരിക്കുമ്പോൾ കുലുങ്ങിച്ചാടിയാണ് യാത്ര. തെക്കൻ പെറുവിൽ പാസഞ്ചർ, ടൂറിസ്റ്റ്, ഗുഡ്സ് ട്രെയിനുകളുടെ സർവീസ് നടത്തുന്ന പ്രധാന കമ്പനിയാണ് പെറു റെയിൽ. മാച്ചുപിച്ചുവിന്റെ പുരാതന നഗരാവശിഷ്ടങ്ങളിലൂടെ നടന്നുമടുത്ത ടൂറിസ്റ്റുകളുടെ ഒരു വിശ്രമ സ്ഥലം കൂടിയാണ് ഈ റെസ്റ്റോറന്റ് എന്ന് എനിക്ക് തോന്നി. ഒരു സൂപ്പോ അല്പം ഭക്ഷണമോ വാങ്ങി അവർ കുറേ നേരം ഇവിടെ ഇങ്ങനെയിരിക്കും. ഓരോ 5 മിനിറ്റിന്റെ ഇടവേളയിലും പർവ്വതമുകളിൽ നിന്നും ഒരു ബസ് ഇവിടെ എത്തുന്നുണ്ട്. മാച്ചുപിച്ചു കണ്ടു മടങ്ങുന്ന 30 യാത്രക്കാർ വീതം അതിൽ വന്ന് പട്ടണത്തിലിറങ്ങുന്നു. വന്നിറങ്ങുന്നവർ ഓരോ റെസ്റ്റോറന്റുകളിലേക്കും സുവനീർ കടകളിലേക്കുമെല്ലാം ചെന്ന് കയറുന്നു. ഒരു ഭാഗത്ത് ഉറുബാമ്പയിലേക്ക് വന്നു ചേരുന്ന ചെറിയ അരുവികൾ. അതിന്റെ എല്ലാം ഓരങ്ങൾ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളായിട്ടില്ല എന്നത് ആശ്വാസം. നിങ്ങളുടെ സ്വപ്നത്തിലെ ആ യാത്രയ്ക്കായി ഇനി ഒരുങ്ങാം. യൂറോപ്പിന്റെ ഹൃദയഭൂമിയിലൂടെ 13 ദിവസത്തെ സഞ്ചാരം. പ്രമുഖമായ 10 രാജ്യങ്ങളിലൂടെയുള്ള യാത്ര. ഫ്രാൻസിലെ പാരീസ് എന്ന സ്വപ്ന നഗരം. ഈഫൽ ഗോപുരത്തിന് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ. ബെൽജിയത്തിലെ അറ്റോമിയവും നഗരചത്തുരങ്ങളും. നെതർലാൻഡ്സിലെ സുന്ദര ഗ്രാമങ്ങളും ടുലിപ്പ് ഗാർഡനുകളും. ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റും റൈൻ റിവർ ക്രൂസും. സ്വിസ് ആൽപ്സിലെ ഹിമപർവ്വതങ്ങൾ. അതിനു മുകളിലേക്കുള്ള കേബിൾ കാർ യാത്ര. ലിച്ചൻസ്റ്റൈൻ എന്ന ആൽപൈൻ രാജ്യം. ഓസ്ട്രിയൻ ഗ്രാമഭംഗി. സ്ലൊവേനിയയിലെ പ്രകൃതി അത്ഭുതങ്ങൾ. ഇറ്റലിയുടെ ചരിത്ര നഗരങ്ങളായ വെനീസും പിസയും ഫ്ലോറൻസും റോമും. പിന്നെ വത്തിക്കാനും അവിടുത്തെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയും. സഞ്ചാരത്തിന്റെ സൂപ്പർ ഹിറ്റായി മാറിയ ഈ യാത്രയിൽ പങ്കെടുക്കാൻ ഉടൻ തന്നെ വിളിക്കുക. ഫോൺ 75919 66600. റെസ്റ്റോറന്റിൽ നിന്നിറങ്ങി ഞാൻ പട്ടണ വഴികളിലൂടെ നടത്തം തുടങ്ങി. ഇവിടെ വലിയൊരു ശില്പമുണ്ട്. മാച്ചുപിച്ചു എന്ന ഇൻകാ പട്ടണത്തിന്റെ സ്ഥാപകനായ ചക്രവർത്തി പച്ചാക്കുട്ടിയുടെ ശില്പം. അത് സ്ഥാപിക്കുന്ന സ്ഥലം തിരഞ്ഞെടുത്തിരിക്കുന്നതാകട്ടെ ഒട്ടും സൗന്ദര്യബോധമില്ലാതെയാണ്. തോന്നും വിധം കെട്ടിടങ്ങൾ പണിതുവച്ചിരിക്കുന്ന ഒരു താഴ്വാര പട്ടണം. ഇവിടെയെല്ലാം ധാരാളം റെസ്റ്റോറന്റുകൾ തന്നെയാണ് കാഴ്ച. സ്പാനിഷിലാണ് വിഭവങ്ങളുടെ പേരുകൾ എഴുതി വച്ചിരിക്കുന്നത്. അതൊന്നും എനിക്ക് വായിച്ചു മനസ്സിലാക്കാനാവുന്നില്ല. എല്ലാ റെസ്റ്റോറന്റുകളിലും അകത്തും പുറത്തുമെല്ലാമായി ധാരാളം ആളുകളുണ്ട്. ഈ റെസ്റ്റോറന്റുകൾ പലതിൻ്റെയും മുകളിലെ നിലയിൽ ഹോട്ടലാണ്. ഈ താഴ്വാര പട്ടണത്തിൽ ദിവസങ്ങളും ആഴ്ചകളും താമസിക്കുന്ന ടൂറിസ്റ്റുകളുണ്ട്. ഇൻകാ സംസ്കാരത്തിന്റെ ശേഷിപ്പുകൾ കാണുക മാത്രമല്ല അവരുടെ ലക്ഷ്യം. ഇവിടുത്തെ പർവ്വതങ്ങളുടെയും താഴ്വാരങ്ങളുടെയും മനോഹാരിത ആസ്വദിക്കലും മലകയറ്റവും കാനന വഴിയിലൂടെയുള്ള ട്രക്കിങ്ങുമെല്ലാം ലക്ഷ്യങ്ങളാണ്. മലനിരകൾ, മലയിടുക്കുകളിലൂടെ ഒഴുകുന്ന കാട്ടരുവികൾ, പുരാതന കാലത്ത് ഇൻകാകൾ ഉപയോഗിച്ചിരുന്ന വഴിത്താരകൾ എന്നിങ്ങനെ കാഴ്ചകൾ ഏറെയുണ്ട്. അതോടൊപ്പം ഇങ്ങനെയുള്ള ഗ്രാമീണ മനുഷ്യരെയും അവരുടെ ജീവിതവും കാണാം. ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കാൻ തീരുമാനിച്ചു. സ്റ്റേഷനിലേക്കുള്ള പാതയുടെ ഓരം ഹാൻഡിക്രാഫ്റ്റ്സ് മാർക്കറ്റുമാണ്. ഇൻകാ പാരമ്പര്യത്തിൽ നിന്നും രൂപം കൊണ്ട കരകൗശല വസ്തുക്കൾ നിരത്തിവച്ചിരിക്കുന്ന സ്റ്റാളുകൾ.
കരകൗശല വസ്തുക്കൾ മാത്രമല്ല ഇവിടെയുള്ളതെന്ന് ഇവയിൽ പലതിൻ്റെയും കാഴ്ച വ്യക്തമാക്കുന്നുണ്ട്. ഫാക്ടറിയിൽ യന്ത്രസഹായത്തോടെ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളും ധാരാളം. ലോകത്തെവിടെയും ടൂറിസം കേന്ദ്രങ്ങളിലെ ഹാൻഡിക്രാഫ്റ്റ്സ് മാർക്കറ്റ് എന്നാൽ ഇങ്ങനെയൊക്കെയാണ്. ഇവിടെ ഇൻകാകളുടെ തനത് ഉൽപ്പന്നങ്ങൾ ധാരാളമുണ്ട്. ആഭരണങ്ങളും ലാമയുടെ രോമം കൊണ്ട് നെയ്ത സ്വെറ്ററുകളും തൊപ്പികളുമെല്ലാം അതിൽ ഉൾപ്പെടുന്നു. ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ധാരാളം വസ്തുക്കളും മാർക്കറ്റിലുണ്ടെന്നതാണ് ഒരു കാര്യം. ഷോപ്പിംഗ് ഹരമാക്കിയ ഒരാൾക്ക് വലിയ തുകകൾ തന്നെ ചിലവാക്കാനുള്ള സാധ്യതകൾ ഇവിടെയുണ്ട്. പെറുവിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലുള്ള മാർക്കറ്റുകളിൽ ഏറ്റവും വിപുലമായത് മാച്ചു പിച്ചുവിന്റെ താഴ്വാരത്തെ ഈ വിപണന കേന്ദ്രമാണെന്ന് എനിക്ക് തോന്നുന്നു. രാവിലെ ട്രെയിൻ ഇറങ്ങി ഞാൻ പർവ്വതമുകളിലേക്ക് പോയത് ഈ വഴി തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ പല സ്റ്റാളുകളും അടഞ്ഞുകിടക്കുകയായിരുന്നു. മാച്ചു പിച്ചുവിന്റെ പുരാവശിഷ്ടങ്ങൾക്കിടയിലൂടെ കറങ്ങി നടക്കുന്ന സഞ്ചാരികൾ കൂട്ടത്തോടെ മലയിറങ്ങുക ഉച്ച കഴിയുമ്പോഴാണ്. ടൂറിസ്റ്റുകൾ ട്രെയിനിൽ കയറുന്ന സ്റ്റേഷനിലേക്ക് എത്തണമെങ്കിൽ ഹാൻഡിക്രാഫ്റ്റ്സ് മാർക്കറ്റിന്റെ അകത്തുകൂടി നടക്കണം. മാച്ചു പിച്ചുവിൽ നിന്നുള്ള മടക്കമായതിനാൽ ആ നടത്തത്തിനിടയിൽ ഓരോ സഞ്ചാരിയും എന്തെങ്കിലും ഒരു വസ്തു വാങ്ങാതിരിക്കില്ല. സ്റ്റേഷനു സമീപത്തേക്ക് എത്തിയിരിക്കുന്നു. സമയം 1:30 ആയിട്ടേ ഉള്ളൂ. ഇനിയും അരമണിക്കൂറുണ്ട് ട്രെയിൻ പുറപ്പെടാൻ. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ ബിൽഡിംഗ്. നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ റെയിൽവേ സ്റ്റേഷൻ പോലെ തന്നെയുണ്ട്. ഇപ്പോൾ തന്നെ പ്ലാറ്റ്ഫോമിലേക്ക് വിടില്ല. ഈ ഹാളിൽ കാത്തിരിക്കാനാണ് 2 മണിയുടെ ട്രെയിനിലെ യാത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. എന്നെപ്പോലെ മാച്ചു പിച്ചു കയറി തിരിച്ചിറങ്ങി വന്ന ആളുകൾ ക്ഷീണിതരായി അങ്ങനെ ഇരിക്കുന്നു. ഇത്തരം കാത്തിരിപ്പ് നേരങ്ങളിൽ ആളുകളെ ഇങ്ങനെ നിരീക്ഷിച്ചിരിക്കുക എന്റെ കൗതുകമാണ്. പലതരം ആളുകൾ. ചിലർ മയങ്ങുന്നു. ചിലർ പാക്ക് ചെയ്ത് വാങ്ങിയ സാൻഡ്വിച്ച് കഴിക്കുന്നു. ശരിക്കും ഇത്തരം യാത്രകൾ നടത്തുന്നവർ ഉച്ചയ്ക്ക് റെസ്റ്റോറന്റിൽ കയറി ഭക്ഷണം കഴിക്കുന്നത് പതിവാക്കരുത്. ലഘുഭക്ഷണം പാക്ക് ചെയ്ത് വാങ്ങുക. യാത്രയ്ക്കിടെ സൗകര്യപ്രദമായ എവിടെയെങ്കിലും ഇരുന്ന് അത് കഴിക്കാം. ചിലർ കോഫി കൗണ്ടറിന് മുന്നിൽ നിൽക്കുന്നു. മൊബൈൽ ഫോണിന്റെ ലോകത്ത് മുഴുകിയവർ. യാത്രയ്ക്കിടെ പകർത്തിയ ഫോട്ടോകൾ പരിശോധിക്കുന്നവർ. അത് സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യുന്നവർ. ഇങ്ങനെ പല നാടുകളിൽ നിന്നുള്ള ആളുകളെ ഇത്തരം കാത്തിരിപ്പ് സമയങ്ങളിൽ നിരീക്ഷിക്കാം. കുടുംബമായി യാത്ര ചെയ്യുന്നവരാണ് മിക്കവരും. മകളുടെ കൊഞ്ചലിനെ ആസ്വദിച്ച് അവളെ ലാളിക്കുന്ന ഒരമ്മ. മാതാപിതാക്കളുമൊത്ത് യാത്ര ചെയ്യുന്ന കൗമാരക്കാർ. എല്ലാത്തരം ആളുകളുമുണ്ട്. പല പ്രായക്കാർ, പല ദേശക്കാർ. അവരെയൊക്കെ കണ്ടങ്ങനെ ഇരിക്കെ ട്രെയിൻ പുറപ്പെടാറായെന്ന അനൗൺസ്മെന്റ് വന്നു. ആളുകൾ കൂട്ടത്തോടെ പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു. ഒല്ലാൻതായ് താമ്പോയിലേക്കുള്ള എക്സിക്യൂട്ടീവ് ട്രെയിനിലെ യാത്രികരാണ് ഇവരെല്ലാം. ഇവിടെ ഒരു ട്രെയിൻ കിടപ്പുണ്ട്. പെറു റെയിലിന്റെ വണ്ടിയാണ്. ഇടതുവശത്തുള്ള ഇൻകാ റെയിലിന്റെ ഈ ട്രെയിനിലാണ് എനിക്ക് പോകേണ്ടത്. മാച്ചു പിച്ചു എക്സിക്യൂട്ടീവ് ട്രെയിൻ. ഓരോ കോച്ചിന്റെയും വാതിൽക്കൽ നിന്ന് ഉദ്യോഗസ്ഥർ ടിക്കറ്റ് പരിശോധിച്ച് ആളുകളെ അകത്തേക്ക് കയറ്റിവിടുന്നു. രാവിലെ ഇവിടേക്ക് വന്നപ്പോഴെന്ന പോലെ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകൾ കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. കർശനമായ പരിശോധനയാണ്. അരമണിക്കൂർ ഇടവിട്ടെന്നോണം ഇവിടെ ടൂറിസ്റ്റുകൾക്കുള്ള ട്രെയിനുകൾ വന്നുകൊണ്ടിരിക്കും. പെറു റെയിലിന്റെയും ഇൻകാ റെയിലിന്റെയും വണ്ടികൾ മാത്രമാണ് ഈ റൂട്ടിൽ സർവീസ് നടത്തുന്നത്. മാച്ചു പിച്ചുവിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളിൽ ഭൂരിഭാഗവും ട്രെയിൻ മാർഗമാണ് താഴ്വാര പട്ടണമായ അഗ്വാസ് കലിൻഡസിലെത്തുന്നത്. ട്രെയിനിനകത്തേക്കു കയറി. കോച്ചിന് അധികം വീതിയില്ല. എങ്കിലും അകത്തെ സംവിധാനങ്ങൾ സുന്ദരമാണ്. നല്ല സീറ്റുകൾ, വലിയ ചില്ലുജാലകങ്ങൾ. നിശ്ചിത സമയത്തു നിന്നും 15 മിനിറ്റ് വൈകി ട്രെയിൻ പുറപ്പെട്ടു. വലിയ സമയനിഷ്ഠയൊന്നും പാലിക്കുന്ന ട്രെയിൻ സർവീസ് അല്ല ഇതെന്ന് മനസ്സിലായി. അഗ്വാസ് കലിൻഡസിൽ നിന്നും ട്രെയിൻ അകലുകയാണ്. അല്പസമയത്തിനകം തന്നെ ജീവനക്കാരെത്തി എല്ലാ ടേബിളിലും മെനു കാർഡുകൾ സ്ഥാപിച്ചു തുടങ്ങി. രാവിലെ ഇവിടേക്ക് വന്നപ്പോൾ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായ വിഭവങ്ങളാണ് ഇപ്പോൾ മെനു കാർഡിലുള്ളത്. എന്നാൽ പാനീയങ്ങളെല്ലാം ഒന്നു തന്നെ. കാപ്പി, ചായ, ജ്യൂസുകൾ എന്നിങ്ങനെ പലതുമുണ്ട്.
ഡ്രൈ ഫ്രൂട്ട്സും ബിസ്ക്കറ്റും ഉൾപ്പെടെ ചില സ്നാക്സും കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. ഉറുബാമ്പ നദിയുടെ തീരത്തുകൂടിയാണ് യാത്ര. ട്രെയിൻ ആടിക്കുലുങ്ങിയാണ് പോകുന്നത്. നാരോ ഗേജ് ട്രെയിനിന്റെ പ്രത്യേകതയാണിത്. തുള്ളിത്തെറിച്ചാവും അതിന്റെ പോക്ക്, പർവ്വതമേഖലയിൽ പ്രത്യേകിച്ചും. യാത്രികരിൽ ചിലർ മയങ്ങുന്നു, ചിലർ ഓർമ്മകളുടെ ലോകത്താണ്. ബോഗിയുടെ മേൽക്കൂര ഇങ്ങനെയാണ്. അതിലൂടെ ആൻഡീസ് പർവ്വതത്തിലെ കൊടുമുടികളുടെ അഗ്രം വരെ കാണാം. അത് മറ്റൊരനുഭവം. മേൽക്കൂരയിൽ 2 നിരകളായാണ് ഗ്ലാസ് ഇട്ടിരിക്കുന്നത്. ഇടയ്ക്ക് ചിലയിടത്ത് ട്രെയിൻ ഒന്ന് നിർത്തും. ക്രോസിംഗിനു വേണ്ടിയാണ് ട്രെയിൻ ഇടയ്ക്കിടെ നിർത്തിയിടുന്നത്. ഉറുബാമ്പ നദിയാണിത്. ജീവനക്കാർ ജ്യൂസും മറ്റും വിതരണം തുടങ്ങിക്കഴിഞ്ഞു. ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഓരോ പാക്കറ്റ് വന്നു. പിന്നെ ആവശ്യാനുസരണം ജ്യൂസ്, ഏതാനും കുക്കീസ്, കാപ്പി, ചായ തുടങ്ങിയവയുമുണ്ട്. നേരത്തെ ഓർഡർ നൽകിയാൽ ചില പ്രത്യേക വിഭവങ്ങളും ലഭിക്കും. ട്രെയിൻ വീണ്ടും യാത്ര തുടങ്ങി. ആടി ഉലഞ്ഞ് ഒല്ലാൻ തായി താമ്പോ ലക്ഷ്യമാക്കി അത് നീങ്ങുകയാണ്.